നമസ്കാരം. തിരുവല്ല കുറ്റപ്പുഴയ്ക്കടുത്ത് കിഴക്കമുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പണി കഴിപ്പിച്ച 1905 സ്ക്വയർ ഫീറ്റ് വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. കണ്ടംപററി മോഡേൺ സ്റ്റൈലിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു മുറ്റമാണ്. ചെറിയൊരു പ്ലോട്ടിലായതുകൊണ്ട് തന്നെ ചെറിയൊരു മുറ്റമാണ്. ഇത് പേവിംഗ് ടൈൽസ് ഒക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു കിണറുണ്ട്. ഇങ്ങോട്ട് വരുന്ന ഇത് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നമ്മളൊരു 4x2 സൈസിലുള്ള ടൈൽസാണ് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് വിലയിലും ഒക്കെയുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിനകത്ത് എടുത്ത് പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എലിവേഷനാണ്. ഈ ഫ്രണ്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള ഒരു എലിവേഷനാണ്. ഇവിടെ നമ്മൾ കൂടുതലും ഫ്രണ്ടിൽ ഒരു ഷോ വാളായിട്ട് കൊടുത്തിട്ട് അവിടെ ഹോൾസുകൾ 4 പൈപ്പ് കൊണ്ടുള്ള ഹോൾസുകൾ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇത് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ 3D എലിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എലിവേഷനിൽ ഇങ്ങനെയുള്ളൊരു അപ്പിയറൻസിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അത് ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഡിസൈനിലേക്ക് വന്നത്. ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽസ് ബാൽക്കണി വരുന്നിടത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിമം പ്ലോട്ടിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെറ്റ് ബാക്കും ഒക്കെ വളരെ കുറവാണ്. മിനിമം സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൈഡിലൊക്കെ ഉള്ള സ്പേസ് വളരെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് സ്റ്റീൽ ഡോർസും വിൻഡോസും ആണ് ഇവിടെ മുഴുവൻ കൊടുത്തിരിക്കുന്നത്. ഇത് സ്റ്റീൽ വിൻഡോസ് ആണ്. സ്റ്റീൽ വിൻഡോസിൽ നമ്മൾ ഗ്ലാസ് ഇട്ടിട്ട് ഇതിൽ വുഡൻ ഫിനിഷിലുള്ള ഒരു പെയിന്റിങ് ഗ്രെയിൻസ് വരച്ച് വുഡൻ ഫിനിഷിങ്ങിൽ കൊടുത്തിരിക്കുകയാണ്. ആ രീതിയിൽ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ വിൻഡോസുകളും കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഫ്രണ്ട് ഡോറിലേക്ക് വന്നാൽ ഇത് ഡബിൾ പാളി ആയിട്ടുള്ള ഒരു സ്റ്റീൽ ഡോറാണ്. 9 ഇഞ്ച് വിഡ്ത്തിലുള്ള ഫ്രെയിമാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഓഫീസ് റൂമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീട് മൊത്തത്തിൽ 4 ബെഡ്റൂമും പ്ലസ് ഓഫീസ് റൂമും കൂടെ ഉണ്ട്. അപ്പോൾ 4 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, കിച്ചണ്, വർക്ക് ഏരിയ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടക്കമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ട് ഓഫീസ് റൂമിലേക്ക് കയറുന്ന രീതിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഫ്രണ്ട് ഡോർ, റൂമിനുള്ളിലേക്ക് കയറുന്ന രീതിയിലുള്ള ഫ്രണ്ട് ഡോറാണ്. ഇതും സ്റ്റീൽ വിൻഡോ തന്നെയാണ്. സ്റ്റീൽ വിൻഡോയിൽ വുഡൻ ഫിനിഷിലുള്ള പെയിന്റിങ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ അകത്തോട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ നമ്മൾ ഈ ഫ്രണ്ട് ഡോർ തുറന്ന് നേരെ അകത്തോട്ട്, ഇതിപ്പം ലിവിംഗ് റൂമാണ്. ലിവിംഗ് കം ഡൈനിങ് ആയിട്ട് ഒറ്റ റൂമാണ്, ഒറ്റ ഹോളായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ടൈലിങ് വന്നിരിക്കുന്നത് 4x2 സൈസിലുള്ള ടൈൽസ് ആണ്. ഇതിൽ അപ്പോക്സി പോയിന്റിങ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതൊരു സിറ്റിംഗ് ഏരിയ ആണ്. ലിവിംഗ് റൂമിൽ കോർണർ സോഫ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതുപോലെ പുറത്തുനിന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് ഇവിടെ ഒരു ഓഫീസ് റൂമിൻ്റെ കാര്യം പറഞ്ഞു. അകത്തുനിന്ന് ഇതിനൊരു ഡോർ കൊടുത്തിട്ടുണ്ട്. അകത്തോട്ട് ഇതിലെ റൂമിനുള്ളിൽ നിന്ന് അകത്തോട്ട് കയറാവുന്ന, പുറത്തുകൂടെ ഡോർ കൊടുത്ത് അതുപോലെ തന്നെ റൂമിനുള്ളിൽ നിന്ന് അകത്തോട്ട് കയറാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ഓഫീസ് സ്പേസ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. അകത്തുള്ള ഡോറുകളെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് FRPയുടെ ഡോർസ് ആണ്. ഹാഫ് ഗ്ലേസ്ഡ് ആയിട്ടുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് നേരെ ഈ ലിവിങ്ങിന് നേരെ വരുന്ന ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. ഒരു കോമൺ ആയിട്ടുള്ള, ഇതിനും FRPയുടെ ഡോർസും കാര്യങ്ങളും എല്ലാമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ടൈൽസ് 4x2 ടൈൽസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇതിലും അപ്പോക്സി പോയിന്റിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് ചേർന്നാണ് ഇവിടെ ഡൈനിങ്ങുമായിട്ട് ചേർന്നുള്ള വാഷ് കൗണ്ടർ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ടുള്ള വാഷ് ബേസിനാണ്. മിററ് കാര്യങ്ങൾ, ഇതിന് PVCയുടെ പാനലിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിന് ചെറിയൊരു പാർട്ടീഷനായിട്ട് ഇവിടെ ഒരു ഷോക്കേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്നാണ് ഇവിടെ ഡൈനിങ്ങിൻ്റെ ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പിന്നീട് ഒരു കോർട്ടിയാടോ കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഇവിടെ ചെറിയൊരു സ്ലൈഡിംഗ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. UPVCയുടെ വിൻഡോ ആണ്. ഗ്ലേസ്ഡ് ആയിട്ടുള്ള UPVC സ്ലൈഡിംഗ് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആവശ്യത്തിന് ലൈറ്റും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന രീതിയിലാണ് ഈ വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് തന്നെ നേരെ ഈ ഡൈനിങ്ങിൻ്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ത്രെഡ് കൊടുത്തിരിക്കുന്നത് ഫുൾ ബോഡി ആയിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള ടൈല് തന്നെയാണ്. സ്റ്റെപ്പിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈൽസ് തന്നെയാണ് ഇതിൻ്റെ ത്രെഡ് എല്ലാം കൊടുത്തിരിക്കുന്നത്. റൈസർ ചെയ്തിരിക്കുന്നത് ഈ നമ്മുടെ മെയിൻ ഫ്ലോറിൽ ഇട്ടിരിക്കുന്ന ആ സെയിം ടൈല് തന്നെയാണ് ഇതിൻ്റെ റൈസറായിട്ടും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വിൻഡോസ്, സിംഗിൾ പാളി വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതുപോലെ ഇതെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ സ്റ്റീൽ വിൻഡോസ് തന്നെയാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളി വിൻഡോ, 3 പാളി, ഇവിടെ 2 പാളി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റീൽ വിൻഡോസും ഡോർസും ആണ് മെയിനായിട്ട് ഔട്ട് സൈഡിലേക്ക് വരുന്നതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിനിമം സ്പേസിൽ ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിന് നേരെ നമ്മൾ വരുന്ന ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമാണ്. ഇത് ഒരു ബെഡ്റൂമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ഇത് അത്യാവശ്യം സൈസിലുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ മറ്റേ കോമൺ ടോയ്ലറ്റ് കണ്ടിരിക്കുന്ന സെയിം ടൈല് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ടോയ്ലറ്റ് കുറച്ചും കൂടെ വലുപ്പമുണ്ട്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം ക്ലോസറ്റ്, വാഷ് ബേസിന്, ഷവർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും FRPയുടെ ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കിച്ചണാണ്. നമ്മൾ കിച്ചണും ഇതിൻ്റെ സൈഡിൽ കൂടെ ഡൈനിങ്ങിൻ്റെ സൈഡ് വഴി തന്നെയാണ് കിച്ചണിലേക്ക് വരുന്നത്. ഇതും ഹാഫ് ഗ്ലേസ്ഡ് ആയിട്ടുള്ള ഡോറാണ്. ഇതും FRPയുടെ ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ടൈലിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാണ് ഈ ഡോറുകളും ഫ്രെയിമും എല്ലാം ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഇവിടെ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഇതിൻ്റെ കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിലും കബോർഡ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്.
പിന്നെ ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ്. ഇവിടെ ഒരു സിങ്ക്, അടുപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു മിനിമം രീതിയിൽ എല്ലാം ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ്. ഇതും സ്റ്റീൽ ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അപ്സ്റ്റെയറിലേക്കുള്ള കാര്യങ്ങൾ നോക്കിയാൽ ഇപ്പൊ കയറി വരും, നമ്മൾ താഴെ ഒരു ബെഡ്റൂമാന്ന് പറഞ്ഞു, മുകളിലേക്ക് വരുമ്പം 3 ബെഡ്റൂമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബാൽക്കണി സ്പേസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്ന സീലിംഗ് ആണ്. ഇപ്പൊ ഇവിടുന്ന് വരുമ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ ബെഡ്റൂം, സെൻട്രലിൽ രണ്ടാമത്തെ ബെഡ്റൂം, ഇത് മൂന്നാമത്തെ ബെഡ്റൂം. അങ്ങനെ 3 ബെഡ്റൂമാണ് ഈ ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. പിന്നെ ഇവിടുന്ന് ടെറസിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണ് ഇത്. ഫ്രണ്ടിൽ നമ്മൾ കണ്ട ബാൽക്കണി സ്പേസ് ആണ് ഈ ടെറസായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ റൂമായിട്ട് നോക്കിയാൽ ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഫസ്റ്റ് ബെഡ്റൂം, ഇങ്ങോട്ട് വരുമ്പോൾ ഇതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഇതും വേറൊരു കളറിലുള്ള ആ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെയുള്ള ടൈൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഒരു ഐവറി ഷെയ്ഡ്, അതേപോലെ ഫ്ലവറിന്റെ ഒക്കെ ഷെയ്ഡുള്ള ഒരു ഹൈലൈറ്റർ ലൈറ്റ് ടൈൽ കൊടുത്തിട്ടുണ്ട്. രീതിയിൽ ആണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ വരുമ്പോൾ ഈ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു റൂമാണ്, ബെഡ്റൂമാണ്. ഒരു ഡബിൾ കോട്ട് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ഇത് ടെറസാണ്, പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഒരു ടെറസ് റൂമാണ്. റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഇതൊരു അത്യാവശ്യം ഓപ്പൺ സ്പേസ് ആണ്. മുകളിലേക്ക് ടെറസിലേക്കൊക്കെ കയറാനുള്ള സ്റ്റെയർ കേസും ഒക്കെ ഇവിടെ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ രീതിയിൽ ഓപ്പൺ ആയിട്ടുള്ളൊരു ടെറസ് റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. ചെറിയൊരു റൂമാണ്, അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ചെറിയൊരു മുറിയാണ്. അപ്പോൾ ഇതിന് നമ്മൾ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. മിനിമം സ്പേസിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇത് അത്യാവശ്യം ഒരു 2 കോട്ട് ബെഡ് ഇടാവുന്ന രീതിയിലുള്ളൊരു റൂമാണ്. പിന്നെ ഇതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആ സെയിം ടൈല് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റ് അത്യാവശ്യം വലിപ്പമുള്ള ടോയ്ലറ്റ് തന്നെയാണ്. ഒരു 8 അടി 5 അടി സൈസുള്ള ടോയ്ലറ്റ് ആണ്. ഈ ഐവറി കളറിലുള്ള ടൈൽസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ക്ലോസറ്റ്, വാഷ് ബേസിന്, ഷവർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം. ഇതും ആ താഴത്തെ ആ ഓഫീസ് റൂമിന്റെ ആ ഒരു വലുപ്പത്തിൽ തന്നെ കുറച്ചും കൂടെ ലിവിംഗിലേക്ക് കയറി വരുന്ന രീതിയിലാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 വാളിയുടെ 2 വിൻഡോസ് 2 സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ലൈറ്റിംഗ് കാര്യങ്ങളെല്ലാം കിട്ടാനായിട്ട്. ഇതെല്ലാം സ്റ്റീൽ വിൻഡോ തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സെയിം കളറിൽ തന്നെയുള്ള ടൈൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐവറി ഷെയ്ഡ്, അതേപോലെ ഒരു ഫ്ലവറിന്റെ പാറ്റേൺ ഉള്ള ഹൈലൈറ്റർ, അങ്ങനെയുള്ള ക്ലോസറ്റ്, വാഷ് ബേസിന്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇറങ്ങുന്നിടത്ത് തന്നെ ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് ആണ്, ടെറസ്. ഇവിടെ നമ്മൾ ടൈലിംഗ് ചെയ്തിട്ടുണ്ട്. മറ്റ് ബാക്കിലുള്ള ടെറസിൽ ടൈലില്ല, ഫ്ലോർ പ്ലാസ്റ്ററിംഗ് മാത്രമാണ്. ഇവിടെ ടൈലിംഗ് ചെയ്ത് അപ്പോക്സി പോയിന്റിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ താഴെ എലിവേഷനിൽ കാണുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് ആ ഒരു ഹാൻഡ് റെയിലും കാര്യങ്ങളും, എസ്എസിന്റെ ഹാൻഡ് റെയിലും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ താഴെ പറഞ്ഞ എലിവേഷനിൽ വരുന്ന ആ ഒരു ഡിസൈനാണിത്. നമ്മൾ ആ ഹോള് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 4 ഇഞ്ചിന്റെ പൈപ്പ് വെച്ച് ഹോൾ കൊടുത്തിട്ട് ഇത് അകത്തുനിന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് സ്പേസ് ഇല്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ടെക്സ്ചർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്ചർ ചെയ്തിട്ട് ഗ്രേ കളർ പെയിന്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ആ രീതിയിലാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റീൽ ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പുറത്തോട്ട് വരുന്ന എല്ലാ ഡോറുകളും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഫിനിഷിലുള്ള സ്റ്റീൽ ഡോറുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഈ വീടിന്റെ ഓണറുണ്ട്, മാത്യു സാറ്. അപ്പം അദ്ദേഹമാണ് ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം എല്ലാത്തിലും കൂടെ ഉണ്ടായിരുന്നത്, നമ്മൾ ഈ വർക്ക് തീരുന്നിടം വരെ. അപ്പോൾ നമ്മുടെ ഹനുക്ക ഹോം കൺസ്ട്രക്ഷന് സാറിന്റെ ഒരു എന്താണ് വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയപ്പോൾ സാറിന്റെ ഒരു അഭിപ്രായം നമ്മളെ പറ്റി? ഞങ്ങള് ഒരു ഭവനം, ഇതെൻ്റെ ഭാര്യ മോളിക്കുട്ടി, ഞങ്ങളൊരു വീട് നിർമ്മിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ വീഡിയോസ് കാണാനായിട്ട് തുടങ്ങി. പല കമ്പനികൾ നിർമ്മിച്ചു കൊടുത്ത ഭവനത്തെ വീടുകളെ കുറിച്ച് ഞങ്ങളുടെ വീഡിയോ 1 വർഷത്തോളം ഞങ്ങൾ കണ്ടു. അതിനകത്ത് ഹനൂക്ക ഹോംസിൻ്റെ വീഡിയോ ആണ് ഞങ്ങളെ ഏറ്റവും ആകർഷിച്ചത്. പ്രത്യേകിച്ച് ഒരു വീട് പണിയുമ്പോഴുണ്ടാകുന്ന പാഴ്ചെലവുകൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജോബി സാറ് പറഞ്ഞ പ്രത്യേക വീഡിയോകൾ, അത് ഞങ്ങൾ ധാരാളമായി കേട്ടു. എങ്ങനെ പാഴ്ചെലവ് ഒഴിവാക്കാം, എങ്ങനെ നന്നായിട്ടൊരു വീട് പണിയാം തുടങ്ങിയ കാര്യങ്ങളാണ് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചത്. പിന്നെ അവർ പണിത് കൊടുത്ത പല വീടുകളുടെയും വീഡിയോകൾ ഞങ്ങൾ 1 വർഷത്തോളം കണ്ടു. അതിനുശേഷമാണ് അദ്ദേഹത്തെ തന്നെ കോണ്ടാക്ട് ചെയ്യാമെന്നൊരു തീരുമാനം ഞങ്ങൾ എടുത്തത്. അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹം തന്നെ ഒരു എഞ്ചിനീയറെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു, സെയ്ദ് എന്ന് പറയുന്ന അദ്ദേഹം പ്ലാൻ വരച്ചു. പ്ലാൻ അപ്രൂവ്ഡായി. ഞങ്ങൾ കൊട്ടേഷൻ അദ്ദേഹത്തോട് ചോദിച്ചു. ജോബി സാറ് നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു കൊട്ടേഷൻ, വളരെ നല്ലൊരു ഭവനത്തിൻ്റെ കൊട്ടേഷൻ ഞങ്ങൾക്ക് തന്നു. പ്ലാന് ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് കുറച്ചധികം ഓപ്പൺ സ്പേസും അതുപോലെ തന്നെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, വീതി കുറവാണ് ഈ സ്ഥലത്തിന്. അതിലിണങ്ങുന്ന രീതിയിൽ വിശാലമായ, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥനയൊക്കെ നടത്താനായിട്ട് ഒരു 40-50 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹോള്, അത് ഈ ചെറിയ പരിമിതമായ സൗകര്യത്തിൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പ്ലാൻ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ജനുവരി 15-നാണ് ഞങ്ങൾ വീടിൻ്റെ പണി ആരംഭിച്ചത്. ഒക്ടോബറിൽ തീർത്ത് തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഒക്ടോബർ 31-ന് പണി 9.5 മാസം കൊണ്ട് പണികൾ പൂർത്തിയാക്കി തന്നു.
അദ്ദേഹവുമായിട്ടുള്ള ഞങ്ങളുടെ അനുഭവങ്ങൾ വളരെ നല്ലതായിരുന്നു. ഞങ്ങൾക്ക് സഹകരിച്ച് പോകാനായിട്ട് ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ അംഗീകരിക്കാനും അതിൻ്റെ പോരായ്മകൾ നികത്തി തരാനും ഒക്കെ ജോബി സാറും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബൈജുവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പണിക്കാരും അതുപോലെ തന്നെ വളരെ നന്നായിട്ട് സഹകരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾക്ക് ഒരു പ്രയാസവും കൂടാതെ വീടിൻ്റെ പണി കൃത്യസമയത്ത് വളരെ നന്നായിട്ട് ചെയ്തു തരാനായിട്ട് ഹനുക ഹോംസിന് കഴിഞ്ഞു. അത് അവരുടെ മറ്റു പല പ്രോജക്റ്റുകളും ഞങ്ങൾ കാണുകയുണ്ടായി. അതെല്ലാം വളരെ നല്ല നിലയിൽ സമയബന്ധിതമായി തീർത്തതിൽ ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. പറഞ്ഞ നല്ല വാക്കുകൾക്ക് സാറിന് നന്ദി പറയുന്നു. അപ്പോൾ എന്തെങ്കിലും തുടർന്നുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. നിശ്ചയമായും അദ്ദേഹം മാത്രമല്ല, ഞങ്ങൾക്ക് കിണർ കുഴിക്കുന്ന കാര്യത്തിലും അദ്ദേഹം തന്നെയാണ് ആളെ ഏർപ്പാട് ചെയ്തു തന്നത്. അതും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു തന്നു. ബാക്കി ടൈലിൻ്റെ കാര്യത്തിലും എല്ലാം ഞങ്ങൾക്ക് അനുയോജ്യമായ, നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തത്. മാഡത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും അഭിപ്രായം? കിച്ചൺ വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയൊരു കിച്ചൺ ആണ് എങ്കിൽ പോലും ഞങ്ങൾക്ക് അത് മതി. അതിൻ്റെ വർക്കുകളെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു തന്നു. വളരെ ഇഷ്ടപ്പെട്ടു. സന്തോഷം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ശരി സാറേ, ഓക്കെ, എല്ലാത്തിനും നന്ദി, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത നമ്മൾ പണിത ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീട് നിർമ്മാണവുമായിട്ട് ധാരാളം വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡിസൈൻ വർക്ക് 2D 3D സംബന്ധിച്ചുള്ള എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മളതിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്തു കൊടുക്കുന്നുണ്ട്, 2D വർക്കും 3D വർക്കും. അതുപോലെ ബിൽഡിംഗ് പെർമിറ്റ്, വീട് നിർമ്മാണവുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള തുടർന്നുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.